ഉത്തരാഖണ്ഡിൽ ഹിമപാതത്തിൽ 55-ലധികം തൊഴിലാളികൾ മഞ്ഞിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ബദ്രീനാഥ് ധാമിയിലാണ് അപകടമുണ്ടായത്. കനത്ത മഞ്ഞുവീഴ്ച രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. 10 പേരെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി തൗഫീഖ് ചേരുന്നു. തൗഫീഖ്, എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോൾ സുഗമമായി നടക്കുന്നില്ല എന്നാണ് ഉത്തരാഖണ്ഡ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 55 തൊഴിലാളികളാണ് ഇപ്പോൾ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ബദ്രീനാഥ് ഡാമിലുണ്ടായ ഹിമപതത്തിലാണ് ഈ തൊഴിലാളികൾ അകപ്പെട്ടതെന്നാണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 10 പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 55-ലധികം തൊഴിലാളികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് ഈ ഹിമപതം ഉണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ ഈ മഞ്ഞിനടിയിൽ ഇവർ കുടുങ്ങുകയുമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായിട്ട് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെ പുറത്തെത്താനുള്ള ശ്രമങ്ങൾ ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഇനി എങ്ങനെയാണ് ഇവരെ എത്രയും വേഗം പുറത്തെത്തിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ അതോടൊപ്പം തന്നെ ശ്രമങ്ങളും എല്ലാം നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ തൊഴിലാളികളെ കുറിച്ചുള്ള ഇവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരാഖണ്ഡിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി വലിയ രീതിയിലുള്ള മഞ്ഞുവീഴ്ച പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇത്തരമൊരു അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് പുറത്തു നിന്നുള്ള ആളുകൾ ആരും ഉത്തരാഖണ്ഡിലേക്ക് യാത്ര, അതായത് ഈ ബദ്രീനാഥ് പ്രദേശത്തേക്ക് യാത്ര നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രധാന റോഡുകളെല്ലാം മുൻപ് തന്നെ കാലാവസ്ഥ മോശമാണെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എങ്ങനെയാണ് ഇവർ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഇവിടെ എത്തിപ്പെടാനിടയായത്? ഈ അധികൃതരാരും അത്തരത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തിയില്ലേ? റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവർ ഇന്നലെ മുതൽ ഈ പ്രദേശത്ത് വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നെങ്കിലും അതിനിടയിലും അവർ അവരുടെ ജോലി തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഈ ബദ്രീനാഥിൽ ഇത്തരമൊരു ഹിമപതം ഉണ്ടായത്. തുടർന്ന് ഇവർ കുടുങ്ങുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. 10 പേരെ മാത്രമാണ് നിലവിൽ പുറത്തെത്തിക്കാനായിട്ട് സാധിച്ചത്. പ്രദേശത്ത് നേരിയ മഴയും ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സേനയെ ഉൾപ്പെടെ പ്രദേശത്ത് വിന്യസിച്ചുകൊണ്ട് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയിൽപ്പെട്ട ആളുകളെ ഈ പ്രദേശത്തേക്ക് വിന്യസിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമല്ലെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ എത്രയും വേഗം നടത്തുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഹിമപാതത്തിൽ 55-ലധികം തൊഴിലാളികൾ മഞ്ഞിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് തൗഫീഖാണ്.